ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയിലെ വരയും വരയും എന്ന പാഠമാണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കുട്ടികളിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. വരയും വരിയും. നിങ്ങൾ ചിത്രം വരയ്ക്കാറുണ്ടല്ലോ. ചിത്രം വരയ്ക്ക് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. ചിത്രം ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. വരകളും വർണ്ണങ്ങളും ചേർന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു, ആഹ്ലാദിപ്പിക്കുന്നു. പറഞ്ഞോ എഴുതിയോ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും പകർന്നു തരാൻ ചിത്രങ്ങൾക്ക് കഴിയും. ചിത്രകലയിൽ വ്യത്യസ്തമായ നിരവധി വിഭാഗങ്ങളും ശൈലികളുമുണ്ട്. രേഖാചിത്രങ്ങൾ അവയിലൊന്നാണ്. വരകൾ കൊണ്ട് മാത്രം ഒരു കാഴ്ചയെ ആവിഷ്കരിക്കുന്ന രീതിയാണ് രേഖാചിത്രങ്ങളുടേത്. രേഖാചിത്രങ്ങളും ചെറുകുറിപ്പുകളും ചേർന്ന ചില യാത്രാനുഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 1861 ബേപ്പൂരിൽ നിന്ന് ആദ്യമായി ആവി വണ്ടി ഓടിത്തുടങ്ങിയതിനെ അടിസ്ഥാനമാക്കിയ ഈ വിവരണം വായിക്കൂ. അന്നേരം ഒരു ഭയങ്കരമായ ശബ്ദം മലയാളക്കരയിൽ കേൾക്കാനായി. കറുത്ത പുകപടലം അന്തരീക്ഷത്തെ മൂടിയും പൊടിപടലങ്ങളെ ഭൂമിയിൽ നിന്നിളക്കിയും ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അതിശയിപ്പിക്കുന്ന ഹൂങ്കാരം കേട്ട് നായ്ക്കൾ വാലും ചുരുട്ടി വരാൻ പോകുന്നത് എന്തെന്നറിയാതെ മുങ്ങിക്കൊണ്ടിരുന്നു. കോഴികൾ നാലുപാടും ചിതറിപ്പറന്നു. വേലികളൊന്നുമില്ലാത്തതിനാൽ ചിലവ ആ ഘോര ശബ്ദത്തിനടുത്തേക്ക് തന്നെ കുതിച്ചു. പക്ഷികൾ പല പല ശബ്ദാരവങ്ങളോടെ കാട്ടിലേക്ക് പറന്നു. ഇത് ബാലഭാസ്കരൻ എഴുതിയ ഒരു സാങ്കല്പിക വിവരണ രേഖയാണ്. അതിൻ്റെ രേഖാചിത്രവും നമുക്കവിടെ തന്നിട്ടുണ്ട്. അപ്പം ചിത്രത്തിൽ നിന്ന് നമുക്ക് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അടുത്തത് നോക്കൂ. അബു എബ്രഹാം കാശ്മീർ കാഴ്ചകളെ ഇങ്ങനെ ചിത്രീകരിക്കുന്നു. മഞ്ഞിൻ്റെ കട്ടിപ്പുതപ്പ് പുതച്ചു കിടക്കുകയാണ് കാശ്മീർ ഈ സമയം. ആണ്ടിൽ 6 മാസം കാശ്മീരികൾ മിക്കവാറും വീടിനകത്ത് തന്നെ തങ്ങുന്നു. ഇക്കാലമാണ് അവർ അനുപമസുന്ദരമായ കമ്പളങ്ങളും ചിത്രത്തുന്നലുകളുള്ള ഉത്തരീയങ്ങളും നാനാതരം കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നത്. വസന്തം വരുന്നതോടെ പൊടുന്നനെ മഞ്ഞുരുകുന്നു. കൊച്ചരുവികൾ ഒഴുകാൻ തുടങ്ങുകയും ചെമ്മരിയാടുകൾ കുഞ്ഞാടുകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു. ഇത് അബു എബ്രഹാം എഴുതിയ അബുവിൻ്റെ ഭാരത ദർശനം എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ്. രണ്ടിലും വിവരണത്തോടൊപ്പം തന്നെ നമുക്ക് ചിത്രങ്ങളും തന്നിട്ടുണ്ടല്ലേ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ചിത്രങ്ങളെക്കുറിച്ച് പറയാം. ചോദ്യം 1. 2 ചിത്രകാരുടെ യാത്രാനുഭവങ്ങളാണ് ചിത്രമായും എഴുത്തായും കൊടുത്തിരിക്കുന്നത്. എഴുതിയതിനേക്കാൾ കൂടുതലായി ഈ രേഖാചിത്രങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ട്? എഴുത്ത് വായിച്ചാൽ മാത്രമേ മനസ്സിൽ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാനാവൂ. എന്നാൽ രേഖാചിത്രം നേരിട്ട് തന്നെ കാഴ്ചകളെ മുന്നിൽ കൊണ്ടുവരുന്നു. സംഭവത്തിൻ്റെ ഭാവവും അന്തരീക്ഷവും അന്നത്തെ വികാരങ്ങളും ചിത്രത്തിലൂടെ കൂടുതൽ വ്യക്തമായി അനുഭവിക്കാനാവുന്നു. എഴുത്തിൽ പറഞ്ഞിട്ടില്ലാത്ത പല ചെറിയ കാര്യങ്ങളും രേഖാചിത്രത്തിൽ കാണാൻ കഴിയും. അടുത്ത ചോദ്യം. യാത്രാനുഭവങ്ങൾ രസകരമാക്കാം. ക്ലാസ് മുറിയുടെ പുറത്തേക്കൊരു യാത്ര പോകാം. മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ വരയ്ക്കുകയും എഴുതുകയും ചെയ്യുക. ഇന്ന് ഞാനൊരു യാത്ര പോയി. ഇത്തിരി ദൂരത്തേക്ക് ബസ്സിലായിരുന്നു യാത്ര. തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് ഒരു പാവം പിടിച്ചവളെ പോലെ ഞാൻ സൈഡ് സീറ്റിലിരുന്നു. കമ്പികളിൽ നിന്നും ഇറ്റി വീഴുന്ന മഴത്തുള്ളികൾ കാണാം. എൻ്റെ വസ്ത്രം അങ്ങിങ്ങായി നനഞ്ഞുകൊണ്ടിരുന്നു. പുറത്ത് വണ്ടികൾ, കെട്ടിടങ്ങൾ, ട്രാഫിക് ബ്ലോക്ക്, അതിനിടയിൽ ആർത്തു പെയ്യുന്ന മഴയും. ഒരു കുഞ്ഞിപ്പൂവിൻ്റെ പുഞ്ചിരി പോലും കണ്ണിൽ പെടുന്നില്ല. വഴിനീളെ പുല്ലുകൾ തലയാട്ടുന്നത് കണ്ടു. അവയിൽ കണ്ണീർ പോലെ മഴത്തുള്ളികൾ. ഈറൻ പറ്റിപ്പിടിച്ച 20 രൂപ നോട്ട് ഞാൻ കണ്ടക്ടർക്ക് കൈമാറി. അയാൾ വാത്സല്യത്തോടെ എന്നെ നോക്കി ചിരിച്ചു. കുശലം ചോദിച്ചു. മഴയുടെ കൊടും തണുപ്പിൽ ആ സ്നേഹം പകർന്ന ചെറു പുഞ്ചിരിയുമായി ഞാൻ മഴയെ നോക്കിയിരുന്നു. അപ്പോൾ മക്കൾക്ക് ഇതിനോടുകൂടെ ചിത്രം കൂടെ വരച്ചു ചേർക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ചോദ്യം. ഫോട്ടോ ചിത്ര പ്രദർശനം. ചോദ്യം 1. നിങ്ങൾ വരച്ച ചിത്രങ്ങളും നേരത്തെ മൊബൈൽ ക്യാമറയിലെടുത്ത ചിത്രങ്ങളും ചേർത്ത് ക്ലാസ്സിലൊരു പ്രദർശനം നടത്തൂ. ചോദ്യം 2. പ്രദർശനം കാണാൻ നിങ്ങൾ ആരെയെല്ലാം ക്ഷണിക്കും? അതിൽ അധ്യാപകരെയും കുട്ടികളെയും നാട്ടുകാരെയും രക്ഷിതാക്കൾ തുടങ്ങിയവരെല്ലാം നമുക്ക് ക്ഷണിക്കാവുന്നതാണ്. ഇതിലെ 3ാമത്തെ ചോദ്യം. ക്ലാസ്സിലെ ഫോട്ടോ ചിത്ര പ്രദർശനത്തെക്കുറിച്ച് ഒരു നോട്ടീസ് തയ്യാറാക്കുക. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ആദ്യം ഒരു ബോർഡർ വരച്ചു കൊടുക്കുക. എന്നിട്ടൊരു ഹെഡിങ് കൊടുക്കുക. ഫോട്ടോ ചിത്ര പ്രദർശനം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വലിയപാറ. പ്രിയരെ, GVHSS വലിയപാറയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവരുടെ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിത്രീകരിച്ച പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ മൊബൈൽ ഫോട്ടോകളുടെയും വരച്ച ചിത്രങ്ങളുടെയും പ്രദർശനം സെപ്റ്റംബർ 12 ബുധനാഴ്ച നടക്കുകയാണ്. പ്രശസ്ത ഫോട്ടോഗ്രാഫർ അജിത് തെളിമ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനും പ്രദർശനം കാണാനും മുഴുവൻ ആളുകളെയും രക്ഷിതാക്കളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് രമ VC PTA പ്രസിഡന്റ്. ഇനി ഇതിൽ കാര്യപരിപാടികൾ കൂടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്.
കാര്യപരിപാടികൾ: സ്വാഗതം സാറ പോൾ, SRG കൺവീനർ. അധ്യക്ഷൻ വീണ ജോർജ്, ഹെഡ് മിസ്ട്രസ്. ആശംസ രമ VC, PTA പ്രസിഡന്റ്. ആശംസ രവി P, വൈസ് പ്രിൻസിപ്പൽ. നന്ദി നന്ദു, സ്കൂൾ ലീഡർ. ഇതിലെ ചോദ്യം 4. പ്രദർശനത്തിനു ശേഷം അതിനെക്കുറിച്ചൊരു വാർത്ത തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുമല്ലോ. പത്രവാർത്ത തയ്യാറാക്കുമ്പോഴും ആദ്യം ഒരു ബോർഡർ വരയ്ക്കുക, ഒരു ഹെഡിങ് കൊടുക്കുക. കുട്ടികളുടെ ചിത്രപ്രദർശനം. വലിയപാറ. പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി GVHSS വലിയപാറ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മൊബൈൽ ഫോട്ടോകളുടെയും ചിത്രങ്ങളുടെയും പ്രദർശനം പ്രശസ്ത ഫോട്ടോഗ്രാഫർ അജിത് തെളിമ ഉദ്ഘാടനം ചെയ്തു. മനോഹരങ്ങളായ പ്രകൃതി ദൃശ്യങ്ങൾ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പകർത്തിയവയായിരുന്നു. ക്ലാസ്സിലെ തന്നെ കുട്ടികൾ വരച്ച ചിത്രങ്ങളും പ്രദർശനത്തിലൊരുക്കിയിരുന്നു. SRG കൺവീനർ സാറ പോളാണ് സ്വാഗതം നിർവഹിച്ചത്. ഹെഡ് മിസ്ട്രസ് വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു. ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് രമ VC, വൈസ് പ്രിൻസിപ്പൽ രവി P എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ ലീഡർ നന്ദുവാണ് പരിപാടി വിജയിച്ചവർക്ക് നന്ദി പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത ചോദ്യങ്ങളും പാഠഭാഗവും ഒക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്